Hi everyone, welcome to the class. Today we are going to look at class 10 biology chapter 1, that is genetics of life. എന്താണ് ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി, നമ്മുടെ പാരമ്പര്യത്തെ പറ്റി പഠിക്കുന്നതാണ് ജെനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെയാ പഠിക്കാനുള്ളത്? ഡി എൻ എനെ പറ്റി പറയുന്നുണ്ട്, ആർ എൻ എനെ പറ്റിയിട്ട്, ക്രോമസോംസ്, ഒരു ഹ്യൂമന്റെ ഉള്ളിൽ ക്രോമസോം എത്ര നമ്പറാണ് ഉള്ളത്, അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ഡി എൻ എ പാക്ക് ചെയ്തിരിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ തന്നെ തുടക്കം പറയുന്ന ഒരു കാര്യമുണ്ട്, ക്രിസ്പർ കാസ് 9. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്രിസൈസ് ആയിട്ട് എവിടെയാണോ ഡി എൻ എയിൽ മിസ്റ്റേക്ക് വരുന്നത് ആ ഒരു ഭാഗത്ത് സ്പെസിഫിക് പോയിന്റിൽ ജി എൻ എനെ എഡിറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് ക്രിസ്പർ കാസ് 9. അതിനെ കൊണ്ട് നമുക്ക് ഒരുപാട് രീതിയിൽ ഉപയോഗങ്ങളുണ്ട്. അതായത് നമ്മൾ ജനറ്റിക് ഡിസീസ് തെറാപ്പിക്ക്, അതേപോലെ തന്നെ ക്യാൻസറിന് ട്രീറ്റ്മെന്റിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയ ഒരു സംഭവമായിരുന്നു ഈ ക്രിസ്പർ കാസ് 9. ഓക്കെ, സോ നമുക്ക് ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പഠിക്കാനുള്ള കാര്യം ഡി എൻ എ. എന്താണ് ഡി എൻ എ? ഓക്കെ, അപ്പോൾ ഡി എൻ എ, അതേപോലെ തന്നെ എന്താണ് ഡി എൻ എ, അതിന്റെ ലൊക്കേഷൻ എവിടെ, ആ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്, സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഡി എൻ എ എന്ന് പറഞ്ഞാൽ ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പോൾ അത് എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ സെല്ലിന്റെ അകത്താണ്. സെല്ല് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് ആണ് എന്ത്? സെല്ല് എന്ന് പറഞ്ഞാൽ. ആ സെല്ലിന്റെ അകത്ത് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ക്രോമസോമിനുള്ളിലാണ് ഉണ്ടാവുക ഡി എൻ എ ഉണ്ടാവുക, അല്ലെങ്കിൽ ക്രോമസോം ഉണ്ടാക്കിയ ഡി എൻ എ കൊണ്ടാണെന്നും പറയാം. ഓക്കെ, അപ്പൊ എവിടെയാ ലൊക്കേഷൻ വരുന്നത്? സെല്ലിന്റെ ഉള്ളിൽ ന്യൂക്ലിയസിന്റെ അകത്ത് ക്രോമസോമിനുള്ളിലാണ് ഉണ്ടാവുക ഡി എൻ എ ഉണ്ടാവുക. എന്താണ് ഡി എൻ എ? ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, ഇനി ഇത് ആരാണ് ഡി എൻ എ കണ്ടുപിടിച്ചത്, അതെങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? അടുത്ത പറഞ്ഞ സ്ട്രക്ചർ ഓഫ് ഡി എൻ എനകത്ത്. ഓക്കെ, അപ്പൊ ഈ ഡി എൻ എന്റെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ കണ്ടുപിടിച്ചത് ആരാണ്? വാട്സണും ക്രിക്കും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ഡി എൻ എന്റെ ഡബിൾ ഹെലിക്കൽ മോഡൽ കണ്ടെത്തിയത്. അതൊരു എങ്ങനെയാണ് കണ്ടെത്തിയത്? ഒരു എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റ, അതായത് ഫ്രാങ്ക്ലിനും വിൽക്കിൻസും കൂടെ നടത്തിയ ഒരു സ്റ്റഡിയിൽ നിന്ന് ഒരു എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്താണ് വാട്സണും ക്രിക്കും കൂടെ നമ്മൾ ഡി എൻ എന്റെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ കണ്ടെത്തിയത്. ഓക്കെ, അപ്പൊ എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റ അതായിരിക്കും ഫ്രാങ്ക്ലിനും വിൽക്കിൻസും കൂടെ നടത്തിയ ഈ എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റയിലാണ് ആരാ കണ്ടെത്തിയത്? വാട്സണും ക്രിക്കും കൂടെ ചേർന്നിട്ട് ഡി എൻ എന്റെ ഡബിൾ ഹെലിക്കൽ മോഡൽ കണ്ടെത്തിയത്. അതിലൊരു കിട്ടിയ ഒരു ഫേമസ് ആയ ഫോട്ടോ ആയിരുന്നു ഫോട്ടോ 51. ഓക്കെ, ഇനി ഈ ഡി എൻ എന്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്താണ്? ഡി എൻ എന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോടൈഡ് ആണ് ഡി എൻ എന്റെ ബിൽഡിംഗ് ബ്ലോക്ക്. അപ്പൊ ഈ ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് നമ്മുടെ ഒരു ന്യൂക്ലിയോടൈഡ്. ഇതാണ് നമ്മുടെ ഒരു ന്യൂക്ലിയോടൈഡ്. ഓക്കെ, ഈ ന്യൂക്ലിയോടൈഡിന്റെ അകത്ത് മൂന്ന് ആൾക്കാരാണ് മെയിനായിട്ട് ഉള്ളത്. ആരൊക്കെയാ? ഒന്ന് നമ്മുടെ ഷുഗർ, ഷുഗർ മോളിക്യൂൾ, പിന്നെ നൈട്രജൻ ബേസ്, പിന്നെ ഫോസ്ഫേറ്റ്. ഷുഗർ, നൈട്രജൻ ബേസ്, ഫോസ്ഫേറ്റ്. ഈ ഡി എൻ എനകത്തെ ഷുഗറിന്റെ പേരെന്താ? ഡി എൻ എനകത്തുള്ള ഷുഗറിന്റെ പേര് ഡി ഓക്സി റൈബോസ് എന്നാണ്. എന്താണ് ഷുഗറിന്റെ പേര്? ഡി ഓക്സി റൈബോസ്. ഓക്കെ, അതേപോലെ നൈട്രജൻ ബേസ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അപ്പൊ ഈ നൈട്രജൻ ബേസ് ആരൊക്കെയാന്ന് നോക്കിയാലോ? അഡിനിൻ ഉണ്ട്, അതേപോലെ തൈമിൻ ഉണ്ട്, ഗ്വാനിൻ ഉണ്ട്, സൈറ്റോസിൻ ഉണ്ട്. അപ്പൊ അഡിനിൻ എപ്പോഴും തൈമിൻ ആയിട്ടാണ് പെയർ ചെയ്യുന്നുണ്ടാവുക. അഡിനിൻ ഓൾവേസ് പെയർ വിത്ത് തൈമിൻ, അത് ഡബിൾ ബോണ്ട് ആയിരിക്കും. അതേപോലെ തന്നെ ഗ്വാനിൻ ഓൾവേസ് പെയർ വിത്ത് സൈറ്റോസിൻ, അത് ട്രിപ്പിൾ ബോണ്ട് വഴിയായിരിക്കും പെയർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പം നമ്മളെ ഡി എൻ എന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോടൈഡ് ആണ്. ആ ന്യൂക്ലിയോടൈഡിൽ ആരൊക്കെയാണ് ഉണ്ടാവുക? നമ്മുടെ ഷുഗർ ഉണ്ടാവും, നൈട്രജൻ ബേസ് ഉണ്ടാവും, ഫോസ്ഫേറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നൈട്രജൻ ബേസ് നാലെണ്ണം ഉള്ളത്. അഡിനിൻ ഉണ്ട്, തൈമിൻ ഉണ്ട്, ഗ്വാനിൻ ഉണ്ട്, സൈറ്റോസിൻ ഉണ്ട്. അഡിനിൻ ഓൾവേസ് പെയർ വിത്ത് തൈമിൻ ആൻഡ് ഗ്വാനിൻ ഓൾവേസ് പെയർ വിത്ത് സൈറ്റോസിൻ. അഡിനിൻ ഡബിൾ ബോണ്ട് വഴി, ഗ്വാനിൻ ട്രിപ്പിൾ ബോണ്ട് വഴിയാണ് സൈറ്റോസിൻ ആയിട്ട് പെയർ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് ന്യൂക്ലിയോടൈഡുകൾ ചേർന്നാണ് ഒരു സ്ട്രാൻഡ് ഉണ്ടാവും ഡി എൻ എന്റെ. അതേപോലത്തെ രണ്ട് സ്ട്രാൻഡ് ആണ് ആർക്കുള്ളത്? ഡി എൻ എക്ക് ഉള്ളത്. അതേപോലത്തെ രണ്ട് സ്ട്രാൻഡ്. അപ്പൊ ഓരോ സ്ട്രാൻഡിന് മുകളിൽ ഇഷ്ടം പോലെ എന്തുണ്ടാവും? ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടാവും. ഒരുപാട് ന്യൂക്ലിയോടൈഡുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടാവുക? ഒരു സ്ട്രാൻഡ് ഉണ്ടാവുക. അങ്ങനത്തെ രണ്ട് സ്ട്രാൻഡാണ് ആർക്ക് ഉണ്ടാവുക? ഡി എൻ എക്ക് ഉണ്ടാവുക. ഡി എൻ എന്റെ സ്ട്രക്ചർ കണ്ടുപിടിച്ച ആരായിരുന്നു? വാട്സണും ക്രിക്കും ആണ് കണ്ടുപിടിച്ചത്. ഓക്കെ, ഡി എൻ എ ലൊക്കേഷൻ എവിടെയാണ്? സെല്ലിന്റെ അകത്ത്, ന്യൂക്ലിയസിനുള്ളിൽ, ക്രോമസോമിന്റെ അകത്ത് ആണ് ഉണ്ടാവുക ഡി എൻ എ ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്തതാണ് ഡി എൻ എയുടെ സൈസ്. ഇപ്പൊ നമ്മുടെ നോക്കിയാൽ അറിയാം, നമ്മുടെ ഹ്യൂമൻ്റെ അകത്ത് ഡി എൻ എ ഉണ്ട്. അപ്പൊ ഓരോ എങ്ങനെയാണ് അത് പാക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ അറിയണം. അപ്പൊ ഇവിടെ തന്നത് ഇപ്പം ഡി എൻ എന്റെ ലെങ്ത് വരുന്നത് 2 മീറ്റർ ആണ്. ആക്ച്വലി 2 മീറ്ററിൽ മുകളിലുണ്ട്. അപ്പൊ നമുക്കത് എങ്ങനെയാന്ന് നോക്കിയാലോ?
ഇപ്പം ഒരു ഡി എൻ എന്റെ സിംഗിൾ ടേൺ എടുത്തു കഴിഞ്ഞാൽ അതിൽ 10 ബേസ് പെയർ ഉണ്ടാവും. അതിൽ 10 ബേസ് പെയർ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത് 3.4 നാനോമീറ്റർ. രണ്ട് ബേസ് പെയറിനിടയിലുള്ള ലെങ്ത് വരുന്നത് 0.34 നാനോമീറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടൽ ലെങ്ത് കാണാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഹ്യൂമന്റെ അകത്ത് 6.6 ഇൻറ്റു 10⁻⁹ ബേസ് പെയർ ഉള്ളത്. ഇത്രയുള്ള ഒരു സിംഗിൾ ടേണിന്റെ അകത്ത് 10 ബേസ് പെയർ ഉണ്ടാവുക. അപ്പം നമ്മൾ ഹ്യൂമൻ ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? 2n അല്ലെ? 2n എന്ന് പറഞ്ഞാൽ 46 ക്രോമസോം ഉണ്ട് ഹ്യൂമന്റെ അകത്ത്. ആ 46 ക്രോമസോമിൽ കാണുന്നത് ഏകദേശം 6.6 ഇൻറ്റു 10⁻⁹ ബേസ് പെയർ. അതിൻ്റെ കൂടെ ഈ 0.34 നാനോമീറ്റർ ഇൻഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 2.2 മീറ്റർ. അപ്രോക്സിമേറ്റ്ലി 2.2 മീറ്റർ ആണ് നമുക്ക് ഡി എൻ എയുടെ ലെങ്ത് ഉണ്ടാവും. അതാണ് ഹ്യൂമണിൽ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഡി എൻ എക്ക് ഹ്യൂമണിൽ എത്ര ക്രോമസോം ഉണ്ട്? 46 ഉണ്ട്. 2n എന്ന് പറയാം. ഓക്കെ, അതേപോലെ അതായത് n എന്ന് പറഞ്ഞാൽ 23, 2n എന്ന് പറഞ്ഞാൽ 46 ക്രോമസോം. അപ്പം ഒരു സെല്ലിൻ്റെ അകത്ത് 46 ക്രോമസോം ഉണ്ടാവും. അപ്പം നമ്മുടെ ഏകദേശം ഒരു 6.6 ഇൻറ്റു 10⁻⁹ ബേസ് പേഴ്സ് ആണ് ഹ്യൂമൻ ഡിപ്ലോയിഡ് സെല്ല്, അതായത് 46 ക്രോമസോമിൽ കാണുന്നുണ്ടാവുക. അപ്പം അതേ ഇൻറ്റു 0.34 നാനോമീറ്റർ. രണ്ട് ബേസ് പെയറിൻ്റെ ഇടയിലുള്ള ലെങ്ത് ആണ് 0.34 നാനോമീറ്റർ. അത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 2.2 മീറ്റർ കിട്ടും. ഒരു സിംഗിൾ ടേണിൽ 10 ബേസ് പെയർ ആണ് ഉണ്ടാവുക. അപ്പോൾ 3.4/10 0.34 നാനോമീറ്റർ. ഓക്കെ, ഇനി ഇത്രയും വലുപ്പമുള്ള ഈ 2.2 മീറ്റർ അല്ലെങ്കിൽ 2 മീറ്റർ ആണ് ടെക്സ്റ്റ് തന്നത്. അപ്പൊ അത്രയും നീളത്തിലുള്ള ഡി എൻ എ നമ്മൾ ഒരു ഹ്യൂമൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്യുന്നു, എങ്ങനെയാണ് കാണപ്പെടുന്നത്? അപ്പൊ നമ്മളൊരു നോർമൽ ഹ്യൂമൻ ബീങ്ങിനേക്കാളും ലെങ്ത് അല്ലെങ്കിൽ ലെങ്ത് ഉണ്ടായിരിക്കും നമ്മുടെ ഈ ഡി എൻ എക്ക് അല്ലെ? അപ്പൊ അത് എങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് കാണപ്പെടുക എന്നാണ് അടുത്ത് പറയുന്നത്. അപ്പൊ ഈ ക്രോമസോമിന്റെ അകത്ത് ആരുണ്ടാവും? ഡി എൻ എ ഉണ്ടാവും. അതേപോലെ തന്നെ ഹിസ്റ്റോൺ പ്രോട്ടീൻ ഉണ്ടാവും. ആരുണ്ടാവും? ഡി എൻ എ ഉണ്ടാവും. അതേപോലെ ഹിസ്റ്റോൺ പ്രോട്ടീൻ ഉണ്ടാവും. അങ്ങനെ ഈ ഹിസ്റ്റോൺ പ്രോട്ടീന് ചേർന്ന് 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസിനും കൂടെ ചേർന്നിട്ട് എന്താവും? ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറഞ്ഞ ഒരു കോമ്പോണന്റ് ഉണ്ടാവും. ആ ഹിസ്റ്റോൺ ഒക്ടാമറിന്റെ മുകളിൽ ഒരുപാട് ഡി എൻ എ ഇങ്ങനെ റാപ്പ് ചെയ്ത്, അതായത് ചുറ്റി പിണഞ്ഞ് കിടന്ന ആ ഒരു സ്ട്രക്ചറിനാണ് നമ്മൾ എന്ത് പറയാ? ന്യൂക്ലിയോസോം എന്ന് പറയാം. അപ്പം ഡി എൻ എ ക്രോമസോമിനകത്ത് ഡി എൻ എ ഉണ്ടാവും, ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഉണ്ടാവും. അതെല്ലാം കൂടെ 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ജോയിൻ ചെയ്തിട്ട് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറഞ്ഞ ഒരു കോമ്പോണന്റ് ഉണ്ടാവും. ആ കോമ്പോണന്റിന്റെ മുകളിൽ ഒരുപാട് ഡി എൻ എ ഇങ്ങനെ ചുറ്റി പണഞ്ഞ പോലെ ഉണ്ടാവുക. ആ ചുറ്റി പണഞ്ഞ സ്ട്രക്ചറാണെന്ന് വിളിക്കുക ന്യൂക്ലിയോസോം എന്ന് വിളിക്കുന്നുണ്ടാവാം. അതേപോലെ തന്നെ ഈ ക്രോമസോംസ് ഒക്കെ നന്നായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് റോൾ ചെയ്തും കോയിലൊക്കെ ചെയ്തിട്ടേക്ക് ഉണ്ടാവാം. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ന്യൂക്ലിയോസോം സ്ട്രക്ചർ ഉണ്ടാവുന്നത്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ക്രോമാറ്റിഡ് കിട്ടും. ഈ ക്രോമാറ്റിഡിന്റെ ക്രോമസോമിന്റെ ഒരു പെയറിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇതിപ്പം ഒരു ക്രോമസോം ആണെങ്കിൽ ഇതിന്റെ ഒരു സ്ഥാനം ഉണ്ടല്ലോ, ഒറ്റ സ്ട്രക്ചർ, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? നമ്മൾ ക്രോമാറ്റിഡ് എന്ന് വിളിക്കുക. ഓക്കെ, ക്രോമാറ്റിഡ്. ഇതിനിടയിലുള്ള ഈ പോർഷനാണ് എന്ത്? സെൻട്രോമിയർ പറയുന്നത്. ഓക്കെ, ഇത് ക്രോമാറ്റിഡ്, മറ്റേത് സെൻട്രോമിയർ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു ക്രോമസോം ഉണ്ടാവുക. ഈ ക്രോമസോമിനകത്താണ് ആര്? ഡി എൻ എ. നമ്മൾ തുടക്കം പഠിച്ചില്ലേ ഡി എൻ എ ലൊക്കേഷൻ എവിടെയാണ്? സെല്ലിൻ്റെ അകത്ത് ന്യൂക്ലിയസിനുള്ളിൽ ക്രോമസോമിനുള്ളിലാണ് ഉണ്ടാവുക ഡി എൻ എ ഉണ്ടാവുക. ഓക്കെ, നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കിയാലോ? ഇതും കൂടെ പറഞ്ഞിട്ട് റീക്യാപ്പ് ചെയ്യാം. ഓക്കെ, ഹ്യൂമൻ